കേരളീയ ചുവർച്ചിത്രങ്ങളിലെ അലങ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യാളി മുഖം. അപ്പോൾ നമുക്ക് ഇന്നൊരു വ്യാളി വരച്ചിട്ട് അതിൻ്റെ ആ സിമെട്രി എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. എല്ലാവർക്കും ആർട്ട് വിത്ത് മനോജ് മഥശ്ശേരിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലുമൊക്കെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ കിട്ടും, നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കും. നമ്മളിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, കേരളീയ ചുവർച്ചിത്രങ്ങൾ രേഖീയമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, രേഖകൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ചുവർച്ചിത്രങ്ങൾ. ബാക്കി പല സ്ഥലങ്ങളിലുള്ള ചിത്രങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ രേഖീയമായ സ്വഭാവം, ഒരേ രീതിയിലുള്ള ചലനാത്മകതയുള്ള ചിത്രങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു തിരമാല പോലെ, അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ എന്താ പറയുക, വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ ഒരു താളമുള്ള ചിത്രങ്ങളാണ് നമ്മുടെ ചുവർച്ചിത്രങ്ങളിൽ പലതും. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിമ്മെട്രി. സിമ്മെട്രിക്ക് നമ്മൾ മലയാളത്തിൽ പറയുന്നത് സമമിതി എന്നാണ്. സമമിതി എന്ന് വെച്ചാൽ നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ രണ്ട് സൈഡും ഒരേപോലെ വരയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മുഖമാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഒരേപോലെ വരയ്ക്കുകയാണ്. അപ്പോൾ അതിന് ചില ജോമെട്രിക്കൽ ടെക്നിക്കുകളൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വ്യാളി എന്ന് പറഞ്ഞ ഡിസൈൻ, വ്യാളി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഒറ്റനാക്കിൻ്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ പ്രഭാമണ്ഡലത്തിൽ, അല്ലെങ്കിൽ പീഠത്തിൻ്റെ രണ്ട് വശത്തൊക്കെ നമ്മൾ വ്യാളികൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ദേവി ഭദ്രകാളി രൂപങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ വ്യാളി, ഇത്തരം രൂപങ്ങൾ നമ്മൾ വരയ്ക്കാറുണ്ട്. അപ്പോൾ ഈ വ്യാളിക്കുള്ളൊരു പ്രത്യേകത, നമ്മൾക്ക് ഈ രേഖീയത, അതേപോലെ തന്നെ സിമെട്രി, അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റിയ ഒരു ചെറിയ ഒരു ഡിസൈനാണ് വ്യാളിയുടേത്. അപ്പോൾ നമുക്ക് ഇന്നൊരു വ്യാളി വരച്ചിട്ട് അതിൻ്റെ ആ സിമെട്രി എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വ്യാളിയുടെ ചിത്രം ഓൾറെഡി വരച്ച് വച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കിക്കോളൂ. അതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സെൻറ്ററിലൊരു ലൈൻ വരച്ചു, ഇവിടെ ഒരു ബേസ് ലൈൻ വരച്ചിട്ട് നമ്മൾ എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ്സ്, കണ്ണാണെങ്കിലും ചെവിയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണത്. ഒരേ മെഷർമെൻറ്റ്സ് എല്ലാ സൈഡിലേക്കും എടുത്തിട്ട് നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമെട്രി കിട്ടും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും സെയിം ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം. അതിന് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ടോട്ടൽ സ്പേസ് രണ്ട് സൈഡിലേക്കും ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇതിൽ ഷെയ്ഡിങ്ങിനെ കുറിച്ചല്ല, നമ്മൾ പ്രധാനമായിട്ട് സിമെട്രിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ കണ്ടോ, ഈ ചെവി ഇവിടെ വരുമ്പോൾ ഇപ്പുറത്തും ചെവി അതേ ലെങ്ത്തിൽ തന്നെ വരണം. അതിനെ ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഓൾറെഡി. ആ ലൈൻ വരച്ചൊരു സാങ്കല്പികമായ ഒരു ലൈനാണ്, ഒരു ഇമാജിനറി ലൈനാണ്. ആ ലൈനിൽ നമ്മൾ രണ്ട് സൈഡിലേക്കും ഒരേപോലെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് 3 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇങ്ങോട്ടെങ്കിൽ ഇവിടെ നിന്ന് 3 സെൻറ്റിമീറ്റേഴ്സ് എടുത്ത് മാർക്ക് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സിമെട്രി, അതായത് മലയാളത്തിൽ പറയുമ്പോൾ സമമിതി എന്ന് പറഞ്ഞ ആ ഒരു തിയറിയിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ വ്യാളി ഒന്ന് കളർ ചെയ്യാം, ഷെയ്ഡിങ്ങോട് കൂടിയിട്ട് ഓടിച്ച് നമുക്കൊന്ന് ചെയ്യാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന കളറ് ഗാംബോജ് ഹ്യൂ ആണ്. സ്വല്പം ഓക്കർ ചേർത്തിട്ടുണ്ട്, അല്പം ഓക്കറും കൂടി ചേർത്തിട്ടിരിക്കുന്ന കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളൊരു ഫസ്റ്റ് കോട്ടിങ്ങിനെ ഫുള്ളായിട്ട് നമുക്ക് ആദ്യം ഇത് ചെയ്യാം. നമ്മളെപ്പോഴും വാട്ടർ കളറിൽ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ, നമുക്ക് ശരിക്കും നാച്ചുറൽ കളറിനോട് ഏറ്റവും അടുത്തൊരു എഫക്റ്റ് കിട്ടുന്നത് എപ്പോഴും നമ്മൾ വാട്ടർ കളറിൽ ചെയ്യുമ്പോഴായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ വ്യാളി നമ്മൾ സാധാരണമായിട്ട് കാണുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ, പ്രഭാമണ്ഡലങ്ങൾ, അതുപോലെ തന്നെ പുറത്ത് നമ്മൾ ശ്രീകോവിലിൽ ചിലയിടങ്ങളിൽ പുറത്തായിട്ട് ഡിസൈൻസായിട്ട് കാണാം. പിന്നെ നമ്മൾ മ്യൂറൽ വരയ്ക്കുമ്പോൾ പലപ്പോഴും ഒറ്റനാക്കിൻ്റെ തുടക്കത്തിൽ നമ്മൾ വ്യാളി വരച്ച് കാണാറുണ്ട്. നിങ്ങൾ ഇനി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് പ്രധാനമായിട്ട് നമ്മൾ വ്യാളി ഡിസൈൻ ഇന്ന് ഞാൻ ചെയ്യാനുള്ള കാരണം, സിമെട്രി വളരെ രസമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയൊരു ഡിസൈനും കൂടിയാണ് വ്യാളി. ഇതിപ്പോൾ ഞാനൊരു ഒറ്റ കളറിലാണ് ഞാൻ ഷെയ്ഡ് ചെയ്യാൻ പോണത്. ഇത് കംപ്ലീറ്റ് ഒരു യെല്ലോ, ലൈറ്റ് യെല്ലോ ഞാൻ ആദ്യം അടിച്ചു കഴിഞ്ഞു ഫുള്ളായിട്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്കൊരു സ്വല്പം ഓറഞ്ച് ഷെയ്ഡ് കൊണ്ടുവരണം. ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഷെയ്ഡിങ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട വരകളോട് ചേർന്നുള്ള സ്ഥലങ്ങളെല്ലാം നമ്മളിങ്ങനെ വളരെ ലൈറ്റായിട്ട് നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്ത ആ ഒരു മിഡ് ടോൺ, അതായത് ഓറഞ്ച് പോലെ ഇരിക്കുന്ന ഒരു കളർ, അല്പം സ്കാർലറ്റിലേക്കും കൂടി ചേർത്തിട്ടുള്ള ആ കളർ വെച്ചിട്ട് നമ്മൾ എല്ലാ ഔട്ട്ലൈൻസും നമ്മളൊന്ന് ആദ്യമേ ഷെയ്ഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇനി റെഡ് വെച്ചിട്ട് നമ്മളൊന്നും കൂടി ഡാർക്കറാക്കാൻ വേണ്ടിയിട്ട് സൈഡ്സ് മാത്രം ഞാനിങ്ങനെ ഷെയ്ഡ് ചെയ്യണം, ചിലയിടങ്ങൾ മാത്രം. എന്നിട്ട് നമ്മളെപ്പോഴും വെള്ളം ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മളതിനെ ലൈറ്ററാക്കിക്കൊണ്ടേയിരിക്കണം, എന്നാലും അതിൻ്റെ ആ ഒരു ബ്ലെൻഡിങ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾ നിങ്ങൾക്ക് വളരെ എക്സ്പീരിയൻസ് വരണം അതങ്ങനെ ചെയ്ത് നമ്മൾ ഇങ്ങനെ സൈഡിൽ നമ്മൾ ആദ്യം റെഡ് വെച്ചിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ട് അപ്പം തന്നെ നമ്മളിങ്ങനെ വളരെ ലൈറ്ററാക്കി സൈഡിൽ നിന്ന് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യണം. ഇനി ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇത്തിരി റെഡിഷാക്കി തന്നെ കൊടുക്കാം. ഇവിടെ എക്സാമ്പിൾ നാക്കിൻ്റെ വശം, ഇതൊക്കെ ഞാനിത്തിരി ഡാർക്കറാക്കി തന്നെ ചെയ്യണം. റെഡിഷ് പുരുകത്തിൻ്റെ വശം ഞാൻ സ്വല്പം റെഡിഷ് ആക്കുകയാണ്. കണ്ണിൻ്റെ ഔട്ടർ ഞാൻ റെഡ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ആദ്യം വരയ്ക്കുന്നുണ്ട്. കണ്ണ് ഞാൻ റെഡ് കളർ വെച്ചിട്ട് അതിൻ്റെ ഐബോൾസും കൂടി. ഇനി ഞാൻ ബ്രഷ് ഒന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി ലോങ് ഹെയർ ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ എഡ്ജസ്
നമുക്കൊന്ന് ചെയ്യാം. ഇത് വളരെ ലൈറ്റായിട്ട് വളരെ തിൻ ലൈൻസായിട്ട് നിങ്ങൾ ചെയ്യുക. രണ്ട് സൈഡിലും ഒരേപോലെ ഡിസൈൻസ്, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ജിയോമെട്രിക്കലി നിങ്ങൾക്ക് ലൈൻസ് വരച്ചിട്ടോ അല്ലെങ്കിൽ ഒരേപോലെ ലെങ്ത്ത് എടുത്തിട്ടൊക്കെ നിങ്ങൾക്കത് ചെയ്യാം. രണ്ട് സൈഡിലേക്കുള്ള ഒരേപോലെ കിട്ടാനായിട്ടുള്ള ലെങ്ത്ത് വൈസ് രണ്ട് ഡിസൈൻസ് രണ്ട് സൈഡ് ഒരേപോലെ ആക്കാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. പ്രധാനപ്പെട്ട വരകളെല്ലാം ഞാൻ റെഡ് വെച്ചിട്ടൊന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ഏതാണ്ട് നമ്മൾ പ്രധാനപ്പെട്ട വരകളെല്ലാം വരച്ച് കഴിഞ്ഞു റെഡ് വെച്ചിട്ട്. ഇനി ഇതിൽ പ്രധാനമായിട്ട് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നിറങ്ങൾ ഏതൊക്കെ ഇത് അധികം ഡാർക്കറാക്കുക അങ്ങനെയൊന്നുമല്ല. ഞാൻ അതിൻ്റെ സിമെട്രി ആണ് നിങ്ങളെ പ്രധാനമായിട്ട് ഇതിലൂടെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ എങ്കിലും ഞാനിത് ചെയ്യുന്ന സമയത്ത് നമ്മളതും കൂടി ഒന്ന് ക്ലിയറായിട്ട് നമുക്ക് കളർ ചെയ്ത് റെഡ് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് ഷെയ്ഡിങ്ങും കൂടി ചെയ്യാമെന്ന് ഞാൻ കരുതണം. അപ്പോൾ നിങ്ങൾക്കൊരു ഷെയ്ഡിങ്ങിലൊരു എക്സ്ട്രാ നിങ്ങൾക്കൊരു പരിചയം കൂടി വരും. അപ്പോൾ നമ്മൾ ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു വ്യാളിയുടെ ചിത്രം ഏതാണ്ട് നമ്മൾ കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിമെട്രി തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രധാനമായിട്ട് ചെയ്ത് ഈ സെൻറ്റർ ലൈനൊക്കെ ഞാൻ അതുകൊണ്ട് മാറ്റാതിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് സിമെട്രി തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സെൻറ്ററിൽ വരച്ചിരിക്കുന്ന ലൈൻസൊന്നും ഞാൻ മാറ്റിട്ടില്ല. നിങ്ങൾക്ക് കാണാം അത് ആ ഒരു സെൻറ്റർ ലൈൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണിൻ്റെ അവിടെയൊക്കെ ഞാൻ വരകൾ വരച്ചിരിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി തന്നെയാണ്. ഇനി നമുക്ക് ബ്ലാക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു. നമുക്കൊന്ന് ഉണങ്ങിയൊന്ന് നോക്കാം. ഉണങ്ങിയിട്ട് വരണമുള്ളൂ. നമുക്കൊന്ന് ബ്ലാക്കും കൂടി ഇട്ടിട്ട് നമുക്ക് തീർക്കാം. ഇതിൽ പ്രധാനമായിട്ട് കണ്ടോ നമ്മൾ ഈ രണ്ട് അളവുകളാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. രണ്ട് സൈഡിലേക്കുള്ള അളവുകൾ ഒരേപോലെ എടുക്കുക, അതാണ് പ്രധാനമായിട്ട്. അതിന് വേണ്ടിയിട്ട് ഈ ലൈൻ വരച്ചു. ഞാൻ ഇടയ്ക്കൊക്കെ വരകൾ വരച്ചിട്ടുണ്ട്. അത് അസിമെട്രി നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം അതിനെ ജോമെട്രിക്കലി നിങ്ങൾക്ക് വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബ്ലാക്ക് ഇടുക എന്നുള്ളതാണ്. നമ്മൾ വളരെ ഭംഗിയായിട്ട് വളരെ പതുക്കെ, ഞാൻ ഇത്തിരി തിക്കറായിട്ടാണ് ഇടുന്നത് നിങ്ങൾക്ക് കാണാനുള്ള ഒരു എളുപ്പത്തിനും കൂടി വെച്ചിട്ട് ഇതാ അങ്ങനെ നിങ്ങൾ ബ്ലാക്ക് ഇടാനുള്ള സ്ഥലങ്ങൾ മുഴുവൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് കംപ്ലീറ്റ് ചെയ്ത് പോവാം. നിങ്ങൾക്ക് എന്തോരം ഡിസൈൻസ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാനുള്ളൊരു എളുപ്പം നോക്കിയിട്ട് ഏറ്റവും സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഡിസൈൻസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്തോരം അലങ്കാരങ്ങൾ വേണമെങ്കിലും ഇതിലും കൂട്ടാം. രണ്ട് സൈഡിലും ഒരേപോലെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ചെയ്യുമ്പോൾ. ഞാനിപ്പോൾ നമ്മുടെ വായ് സൈഡൊക്കെ വരച്ച് കഴിഞ്ഞു. ഇനി നാക്കാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. നാക്കിൻ്റെ വര കഴിഞ്ഞ് കഴിഞ്ഞ് അതായത് വായിൻ്റെ ഈ ഒരു സൈഡ് വരയ്ക്കാനുണ്ട്. വളരെ ശ്രദ്ധിച്ച് വരയ്ക്കുക. ഞാൻ വളരെ കുറച്ച് കളറേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഡെപ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. യെല്ലോയുടെയൊക്കെ ഡെപ്ത്ത് നിങ്ങൾക്ക് കൂട്ടി ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. എനിക്ക് പൊതുവേ ഡാർക്ക് കളേഴ്സിനോട് കുറച്ച് ഇഷ്ടം കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ജസ്റ്റ് ഒരു ഷെയ്ഡിങ് എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ കളേഴ്സ്. ഇതെല്ലാം ഇങ്ങനെ ഡിസൈനുകൾ വരുന്നതാണ് വേളയുടെ സൈഡിലായിട്ട്. നമുക്ക് ഇതൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം. ഒരുപാട് രീതികളിൽ നമ്മൾ ചെയ്യും ഇതെല്ലാം. ഇതിനെല്ലാം അങ്ങനെ ഇന്ന മാതിരി ചെയ്തോളണം എന്നൊന്നുമില്ല. സിമെട്രി നോക്കുക അത്രേ ഉള്ളൂ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും. പിന്നെ ആവുന്നത് നമ്മൾ മ്യൂറലിൽ ഉപയോഗിക്കുന്ന ടൈപ്പുള്ള ഡിസൈൻസ് തന്നെ ചെയ്യാം. ഇപ്പോൾ വ്യാളി ഏതാണ്ട് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ണ് കുറച്ചും കൂടി ഡാർക്ക് ആവാനുണ്ട്. എപ്പോഴും കണ്ണിലാണ് വ്യാളിയുടെ ആ ഒരു രൗദ്രത വരുന്നത് കണ്ണിലാണ് എപ്പോഴും. അപ്പോൾ കണ്ണ് എത്ര കൊണ്ട് നമ്മൾ ഡാർക്ക് ആക്കണോ അത്രയും നല്ലതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ പുറത്ത് വേണമെങ്കിൽ ഒരു ലൈനും കൂടി വരച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ വ്യാളി ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കണ്ടറിയാം. ഇതാ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു വ്യാളി. ഞാൻ കുറച്ചൊരു ചുമപ്പ് കൂടി ഞാൻ സൈഡിലെല്ലാം ഇടുന്നുണ്ട്. എന്നുവെച്ചാൽ നമുക്കൊരു ഭംഗി കുറച്ച് കൂട്ടാം എന്നുള്ളൊരു ഐഡിയയിൽ ചുമപ്പ് വെച്ചിട്ട് ഞാൻ ചില വരകൾ വരയ്ക്കും. നമ്മൾ ഈ ചുമപ്പ് വെച്ചൊക്കെ വരയ്ക്കുമ്പോൾ വ്യത്യാസം വരും. ഫേസിനൊക്കെ ഭയങ്കര രൗദ്രതയൊക്കെ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊരു ചുമപ്പ് ഷെയ്ഡിങ് കുറച്ച് കൂട്ടുന്നുണ്ട് ഞാൻ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്തു എന്നുള്ളൂ. ചുമപ്പ് ഞാൻ കുറച്ച് എക്സ്ട്രാ ഞാൻ ചുമപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിലൊക്കെ കുറച്ചൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതാ അപ്പോൾ നമ്മുടെ വ്യാളി ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. സിമെട്രിയാണ് നമ്മളിതിൽ മെയിനായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. രണ്ട് സൈഡിൽ നിന്നും എങ്ങനെ നമ്മൾ ഒരേ അളവുകൾ എടുത്ത് വരയ്ക്കാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്തപ്പോൾ ഷെയ്ഡിങ്ങും കൂടി ചെയ്തു. ഇപ്പോൾ ഒരു വ്യാളി, ഇത് ഒരു ടൈപ്പ് വ്യാളി. ഇതുപോലെ പല ടൈപ്പിൽ പല ഡിസൈൻസിൽ വ്യാളികൾ വരയ്ക്കും. ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഡിസൈനൊക്കെ ഇങ്ങനെ വളരെയധികം ഇങ്ങോട്ടൊക്കെ ചുരുണ്ടൊക്കെ വരുന്ന രീതിയിലുള്ള വ്യാളികളൊക്കെ ഉണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു വ്യാളിയെ ഞാൻ വരച്ചതാണ്. എല്ലാവരും ചെയ്തു നോക്കുക. ഇപ്പോൾ എല്ലാവർക്കും ഞാൻ ഇത് വരച്ചത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എന്താണ് സിമെട്രി, അപ്പോൾ ഇനി നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് സിമെട്രി വേണ്ട സ്ഥലങ്ങളിൽ സമമിതി വേണ്ട സ്ഥലങ്ങളിൽ
എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല ഷെയ്ഡിങ് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ ഷെയ്ഡിങ് ഒന്നുകൂടി റിപ്പീറ്റായിട്ട് നിങ്ങൾക്ക് കാണാനുള്ള അവസരം കൂടി കിട്ടിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുകയാണ്, എൻ്റെ ചാനൽ ആരെങ്കിലുമൊക്കെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും, എൻ്റെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ദയവായിട്ട് വീഡിയോൻ്റെ താഴെ കമൻറ്റുകളായിട്ട് ഇടുക. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കും. മറ്റൊരു വരയുമായിട്ട് അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.